ഹായ് ഗൈസ്, ഇത് നമ്മുടെ ബുക്ക് റിവ്യൂവിന്റെ 10ാമത്തെ എപ്പിസോഡാണ്. ഇപ്പൊ നമ്മളിന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന ബുക്ക് ഡിറ്റക്റ്റീവ് മാഗസിൻ എന്ന കോട്ടയം പുഷ്പന്റെ പുസ്തകമാണ്. ഇത് വളരെ പഴയൊരു പുസ്തകമാണ്. അപ്പൊ ഞാൻ ലൈബ്രറിയിൽ നിന്നാണ് ഇത് എടുത്തത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ അന്നത്തെ വില എന്ന് പറയുന്നത് 26 രൂപയാണ് തോന്നുന്നത്. അന്നത്തെ വില കേട്ടോ. ഈ ബുക്ക് ഇപ്പൊ കിട്ടുമെന്ന് പോയി അറിഞ്ഞൂടാ. ഇതിന്റെ പേജുകളും മറിച്ചില്ല. 26 രൂപയാണ് ഇതിന് ഇതിന്റെ അന്നത്തെ വില എന്ന് പറയുന്നത്. അത് ഇന്നത്തെ ബാലരമയുടെ വില. പിന്നെ കോപ്പീസ് എന്ന് പറയുകയാണെങ്കിൽ ഈ 2000 കോപ്പീസാണ് വിറ്റഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയണം. അല്ലെങ്കിൽ 2000 കോപ്പീസൊക്കെ ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട ബുക്കുകളാണ് കോട്ടയം പുഷ്പന്റെ ബുക്കുകൾ. കാരണം ഇദ്ദേഹത്തിന്റെ ബുക്കുകൾ നമ്മളിപ്പോൾ ബിഗിനേഴ്സിന് വളരെയധികം സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന ബുക്കാണ്. അപ്പോൾ ഞാൻ കുറേയധികം ബുക്കുകളൊക്കെ ഇപ്പോൾ വെക്കേഷനിലൊക്കെ വലിയ വെക്കേഷൻ ഏപ്രിലത്തേക്ക് വെക്കേഷനിൽ ഞാൻ കുറേയധികം ബുക്കുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചില ബുക്കുകളൊക്കെ എനിക്ക് വളരെ ടഫായിട്ടാണ് തോന്നിയത്. അതായത് ഞാൻ ബിഗിനറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ സാഹിത്യപരമായിട്ടുള്ള കുറേയധികം എഴുത്തുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിലതൊന്നും കടിച്ച പൊട്ടാത്ത പ്രയോഗങ്ങളായിട്ടൊക്കെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ കോട്ടയം പുഷ്പന്റെ ആദ്യത്തെ ബുക്ക്, അതായത് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന കോട്ടയം പുഷ്പന്റെ ബുക്ക് എന്ന് പറഞ്ഞത് ദിനോസറസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ ആ ഒരു ബുക്ക് ഞാൻ ലൈബ്രറിയിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് വായിച്ചിരുന്നു. ഒറ്റ ലിപ്പിലാണ് ഞാനിത് വായിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഇതിൽ ആ കൂടി 80 പേജുകളേ ഉള്ളൂ. അപ്പം അത് ഞാൻ ഒരു 2 മണിക്കൂർ 49 മിനിറ്റോ 50 മിനിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന്റെ വളരെ വലിയൊരു ആരാധകനായി ഞാൻ. ഇദ്ദേഹത്തിന്റെ ബാക്കി ബുക്കുകളൊക്കെ തെരഞ്ഞു പിടിച്ച് വായിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ 2ാമത്തെ ബുക്ക് വായിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ ഇപ്പോൾ മലയാളത്തിൽ ഡിറ്റക്റ്റീവ് നോവലുകൾ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു അർദർ കോനൻ ഡോയിൽ അങ്ങനൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിന് വേറൊരു ബുക്ക് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഭാസ്കർ വില്ലിയിലെ ഭീകരൻ എന്ന് പറഞ്ഞിട്ട്. അത് മറ്റേ ഷെർലക് ഹോംസിന്റെ എഴുത്തുകാരനാണ്. അത് ആ ബുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് കോട്ടയം പുഷ്പൻ. അത് എഴുതിയിട്ടുള്ളത് ഷെർലക് ഹോംസിന്റെ ഒക്കെ എഴുത്തുകാരനാണ്. പക്ഷെ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന്റെ റിവ്യൂ വരുമ്പോൾ ഞാനത് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ തരാം. അപ്പോൾ ഈ ഒരു ബുക്കിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ഇപ്പോൾ പഴയ ബുക്കാണിത്, പഴയൊരു ബുക്കാണ്. പക്ഷെ ഇത് വളരെയധികം സിമ്പിളായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചു തീർത്തിട്ടുള്ളത് 1 മണിക്കൂർ 23 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ബുക്ക് ഫുള്ള് വായിച്ചു തീർത്ത്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയ്ക്ക് ഇതാണ് വായിച്ച പിന്നെ നിർത്താവുന്നില്ല, അങ്ങനത്തെ ഒരു ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ബുക്കുകളാണ് കോട്ടയം പുഷ്പന്റെ ബുക്കുകൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡിറ്റക്റ്റീവ് മാഗസിൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ ഇത് വായിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ കിട്ടിയോ, അപ്പോൾ വായിച്ചോ എന്നുള്ള അഭിപ്രായമൊക്കെ വാക്കാതെ കമന്റ് ചെയ്യുക. ഈ ഒരു ബുക്കിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8.9 ഔട്ട് ഓഫ് 10 ആണ്. ഇത് വളരെയധികം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഡിറ്റക്റ്റീവ് ബുക്കുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഇപ്പം വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.